ഹായ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലർക്ക് ലെവൽ പ്രിലിമിനറി എക്സാമിന് നിങ്ങൾ ശ്രദ്ധിക്കുക. ക്ലർക്ക് ലെവൽ പ്രിലിമിനറി, ഇപ്പോൾ IBPS ആയാലും RRBയുടെ ആയാലും SBI അങ്ങനത്തെ ആയാലും ക്ലർക്കിൻ്റെ ആണ് പ്രിലിമിനറി എങ്കിൽ അത് വളരെ സിമ്പിളായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ തരിക. അവിടെ നമ്മൾ ഏറ്റവും മെയിനായിട്ട് നോക്കേണ്ടത് ഈ എക്സാം ക്വസ്റ്റ്യൻ, അത് QAയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ സിംപ്ലിഫിക്കേഷൻ ഒക്കെ വളരെ സിമ്പിളായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ തരിക. നമുക്ക് നോക്കിയാൽ തന്നെ ആൻസർ കിട്ടുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. വെറുതെ ചെയ്ത് സമയം കളയാതിരിക്കുക. പക്ഷേ എന്നിട്ട് ഞാൻ പറയും സ്പെഷ്യൽ മെത്തേഡൊക്കെ ഉണ്ട്, മറ്റേ എളുപ്പവഴിയൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ചും കൂടി ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻ, അതായത് POയുടെ ഒക്കെ ഒരു പ്രിലിമിനറി, POയുടെ പ്രിലിമിനറിയോ POയുടെ മെയിൻസോ അല്ലെങ്കിൽ ക്ലർക്കിൻ്റെ മെയിൻസോ ഒക്കെ വരുമ്പോൾ അവിടെ നമ്മൾ കുറച്ച് അധികം എന്ത് ചെയ്യണം, ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടായിരിക്കണം ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഈ പറയുന്ന ക്ലർക്കിൻ്റെ പ്രിലിമിനറിക്ക് അത് അധികം ഒത്തിരി അങ്ങ് ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതാണ് പറഞ്ഞത്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അത് നമ്മൾ മാക്സിമം സ്പീഡ് ചെയ്യുക. സ്പീഡ് ചെയ്യുക വെച്ചാൽ അധികം നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുന്നു ആ സ്പീഡ് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഈ POയുടെ പ്രിലിമിനറി അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടി ട്രിക്കി ആയിട്ടുള്ള രീതിയിൽ കുറച്ചും കൂടി എന്തൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാതെ എങ്ങനെ ആൻസറിലേക്ക് എത്തിക്കാം, ഓപ്ഷനിലേക്ക് എത്തിക്കാം, അങ്ങനെയുള്ള എളുപ്പ വഴികളൊക്കെ പറഞ്ഞുതരാം. കാരണം ക്ലർക്കിനകത്ത് അധികം ഒന്നും ചെയ്യാനില്ല. ഞാൻ ക്വസ്റ്റ്യൻ നോക്കും, മിക്കവാറും ക്വസ്റ്റ്യൻ എല്ലാം വളരെ സിമ്പിളാണ്. അതിനകത്ത് വലുതായിട്ടൊന്നും എന്ത് ചെയ്യാനില്ല, ഈ വലിയ എക്സ്പ്ലനേഷൻ ഒന്നും കാര്യമില്ല. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നതെന്നൊരു ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം ഞാൻ ഈ ക്ലർക്ക് എടുത്തിയാണ്. അത് കഴിഞ്ഞ് PO വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് എന്ത് ചെയ്യാം, ഇതുപോലെ എങ്ങനെയൊക്കെ ഷോർട്ട് കട്ട് മെത്തേഡിൽ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാന്നുള്ള കാര്യം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് നമുക്ക് നോക്കിയാൽ തന്നെ ആൻസർ കിട്ടും. അപ്പം ഞാൻ ഒരുപാട് ഇങ്ങനെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എളുപ്പത്തിൽ എങ്ങനെയാണ് സാധാരണ ആൻസർ കിട്ടുന്നത് ആ രീതിയിൽ തന്നെ അങ്ങ് പറഞ്ഞുതരാം. ഇവിടെ നോക്കാം, ഞാനിവിടെ എക്സാമിന് ചോദിക്കുന്ന അതേ പാറ്റേണിൽ 40 ക്വസ്റ്റ്യൻ അല്ല, ചോദിക്കാൻ സാധ്യതയുള്ളതിൻ്റെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേക്കാണ്. എന്നാലും ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ലർക്ക് ലെവലിലുള്ള. നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ പറയുന്നത് 50% of 20% of question mark is equal to 6. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, 50% എന്ന് പറഞ്ഞാൽ ഏത് നമ്പറിന്റെ 50% എന്തായിരിക്കും, അതിന്റെ പകുതിയായിരിക്കും. 1/2 ഓഫ് മീൻസ് ഇൻറ്റു 24% ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക്. 24 എന്ന് പറഞ്ഞാൽ 1/2 ഓഫ് 24 എന്ന് പറഞ്ഞാൽ തന്നെ എന്തായി, 12%. 24ന്റെ ഹാഫ് എത്രയാ, 12 അല്ലേ? 12% ഓഫ് എന്തോ ഒരു വാല്യൂ ആണെന്ത്, 6. ഏതോ ഒരു നമ്പറിന്റെ 12% ആണ് 6 എന്ന് വെച്ചാൽ ഏതോ ഒരു നമ്പറിന്റെ 12/100 ആണ് 6 എങ്കിൽ X എത്ര ആയിരിക്കും, 600/12 എന്നല്ലേ? വളരെ ഈസി ആയിട്ട് കിട്ടും. ഈ 12ഉം 16 കട്ട് ചെയ്ത് എത്ര കിട്ടും, 5 കിട്ടും. 5 × 0 എത്ര കിട്ടും, 50 കിട്ടും. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്ര എഴുതി തന്നത്. ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവണം. 50% ഓഫ് 24 എന്ന് വെച്ചാൽ എത്രയാ, 12 ആണ്. 12% ഓഫ് ഏതോ ഒരു നമ്പർ ആണെന്ന് 6. ഇവിടെ 12 ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. ഈ 6ഉം ഈ 12ഉം കട്ട് ചെയ്ത് ഇവിടെ എന്ത് കിട്ടും, ഒരു 2 കിട്ടും. ഏതോ ഒരു നമ്പറിന്റെ 2% ആണെന്ത്, 1. ഏതോ ഒരു നമ്പറിന്റെ 2% ആണ് 1 എങ്കിൽ 200% എത്രയായിരിക്കും, 100 ആയിരിക്കും. 200% എന്ന് വെച്ചാൽ 2 1 ആണെങ്കിൽ 200% ഓഫ് ആ നമ്പർ എത്രയായിരിക്കും, 100 ആയിരിക്കും. എങ്കിൽ 100% എത്രയായിരിക്കും, 50 ആയിരിക്കും. അങ്ങനെ മനസ്സിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ ഈ ആൻസർ. അപ്പോൾ ഞാനിത് മനസ്സിലാക്കി തരാം. 2-3 രീതി പറയുന്നത്, നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിങ്ങൾ എടുക്കുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങൾ ആൻസറിലേക്ക് എത്തിക്കണം. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ മൈൻഡിൽ വേണമെങ്കിലും ചെയ്യാം. എത്ര സിമ്പിൾ ആകട്ടെ ഞാൻ ഈ രീതിയിലേക്ക് പറഞ്ഞു തരുന്നത്. നമ്മളൊരു പേപ്പറും പേന എടുക്കാതെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസറിലെ ഓപ്ഷനിലേക്ക് വരാൻ നോക്കുക. എന്തായിരുന്നു, 50% ഓഫ് 24 എന്ന് വെച്ചാൽ 12 ആണ്. ലെഫ്റ്റ് സൈഡിൽ ഒരു 12 ഉണ്ട്. % ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഇസ് ഈക്വൽ ടു 6 ഉണ്ട്. ഈ 6ഉം ഈ 12ഉം കട്ട് ചെയ്താൽ ഇവിടെ 2 കിട്ടും. അപ്പോൾ 2% ഓഫ് ഒരു നമ്പർ ആണ് ഇത് 1. അപ്പോൾ 2% ഓഫ് നമ്പർ 1 ആണെങ്കിൽ 100% എത്രയായിരിക്കും, ഉറപ്പായിട്ടും 50 ആയിരിക്കും. ആ രീതി നമുക്ക് നോക്കിയാൽ തന്നെ എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റണം. അല്ലാതെ നിങ്ങൾ ഇതിനെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഏറ്റവും എളുപ്പം എന്താണോ അതേ രീതി ചെയ്തിട്ട് വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം എന്താണെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 48% ഓഫ് 625 ഡിവൈഡഡ് ബൈ 0.75 ക്വസ്റ്റ്യൻ മാർക്ക്. ഇതെങ്ങനെ ചെയ്യും? ഇതൊരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 48% ഓഫ് 625 ഡിവൈഡഡ് ബൈ 0.75 ക്വസ്റ്റ്യൻ മാർക്ക്. ഇതെങ്ങനെ ചെയ്യും? ഇവിടെ നോക്കിയേ, ഒരു 48% ഓഫ് 625 ഇത് നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെ ചെയ്യും? നമ്മൾ സിംപ്ലിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഒരു 48 × 625 ഒക്കെ ചെയ്യണം. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യരുത്. ഇത് സിംപ്ലിഫിക്കേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾ അപ്രോക്സിമേറ്റ് ചെയ്ത് തന്നെ ചെയ്യണം. എങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്ത് തരാം? ഈ 48% നമുക്ക് 50% - 2% എഴുതി കൂടെ? 50% - 2% അല്ലേ 48%. എങ്കിൽ 50% 625 നിങ്ങളിത് 50% എടുത്താലും മതി. ഇതിങ്ങനെ എടുത്ത് ചെയ്യണമെന്നില്ല, അതൊക്കെ മൈൻഡ് ചെയ്യാം. 50% 625 എത്രയാ, 625ന്റെ പകുതി. 625ന്റെ പകുതി എത്രയാ, 312.5 ആണ് 625ന്റെ പകുതി. അതായത് ഒരു 50% ഓഫ് 625 എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് 312.5. ഇനി ഒരു 2% ഓഫ് 625 1% 6.25 കിട്ടും. എങ്കിൽ 2% ആകുമ്പോഴോ
13 അപ്രോക്സിമേറ്റ്ലി 13 അല്ലെങ്കിൽ ആ ഒരു നമ്പർ കിട്ടും. അപ്പം ഒരു 2% കുറച്ചാൽ തന്നെ നമുക്ക് 312.5 നിന്ന് 12.5 കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എത്ര കിട്ടും? 300 എന്ന് കിട്ടും. അതായത് ഈ 48% ഓഫ് 625 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ആയിട്ട് തന്നെ വാല്യൂ ആയിട്ട് എടുക്കാം? 300 ആയിട്ട് തന്നെ എടുക്കാം. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ എഴുതി തന്നത്. നമ്മൾ 48% 625 എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് സിംപ്ലിഫിക്കേഷൻ ആയാലും അപ്രോക്സിമേഷൻ ആയാലും നമ്മുടെ ഓപ്ഷൻ എന്ത് തന്നെ ആയാലും നമുക്ക് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം 48% കണ്ട അപ്രോക്സിമേറ്റ് ചെയ്ത 50 ആക്കി കഴിഞ്ഞാൽ 625ന്റെ പകുതി, അതായത് 620യുടെ പകുതി 600ന്റെ പകുതി 300, 20ന്റെ പകുതി 10, 5ന്റെ പകുതി 2.5. അപ്പോൾ എത്ര കിട്ടും? 63, 10, 2.5, 315 എന്ന് കിട്ടില്ല, 312.5 എന്ന് കിട്ടും. ഇതായിരിക്കും എന്ത്? ഒരു 50%ന്റെ വാല്യൂ. ഇനി നിങ്ങൾക്ക് കറക്റ്റ് ഓപ്ഷൻ, ഇതിപ്പം വ്യത്യാസമായിട്ടാണ് കിടക്കുന്ന ഓപ്ഷൻ. ഇനി 40, 50 അങ്ങനെ അടുത്ത് ആണ് ഓപ്ഷൻ കിടക്കുന്നതെങ്കിൽ ഇനി നിങ്ങൾ നോക്കൂ, 1% 2 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. 1% വെച്ചാൽ 6.25 ആണ്. എങ്കിൽ 2% വെച്ചാൽ എത്ര? 12.5 ആയിരിക്കും. 6% 6.25 എങ്കിൽ അതിന്റെ ഇൻറ്റു 2 എത്ര കിട്ടും? 12.5 കിട്ടും. അപ്പം 312.5 മൈനസ് 12.5 ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? 300 കിട്ടും. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതൊരു 48 ഇൻറ്റു 625 എന്ന് ചെയ്ത് സമയം കളയുകയേ ചെയ്യരുത്. അങ്ങനെയൊക്കെ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ സമയം വെറുതെ പോകുന്നത്. നിങ്ങൾ മാക്സിമം ചെയ്യേണ്ടത് ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷനിലൊന്ന് നോക്കുക. ഓപ്ഷൻ വളരെ വ്യത്യാസമുള്ള രീതിയിലാണ് കിടക്കുന്നത് നോക്കുക. എങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, 50% 625 എടുത്താൽ മതി. അല്ലെങ്കിൽ 60% ഓഫ് 50% 600 620 എടുത്താലും മതി. 620യുടെ 50% എത്ര? 620ന്റെ പകുതി 310 കിട്ടും. നിങ്ങൾ 310 ചെയ്താൽ പോലും നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു ആൻസർ കിട്ടും. കാരണം ഇതൊരു 2%, അത് റൗണ്ട് ചെയ്യുമ്പോൾ 300 കിട്ടും. അത് നിങ്ങൾ 310 എടുത്താൽ പോലും അപ്രോക്സിമേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഏതാണോ ഓപ്ഷൻ അതിന് നിയർ ആയിട്ടുള്ള ആൻസർ കിട്ടും. അപ്പോൾ മാക്സിമം സമയം ലാഭിക്കാനാണ് നോക്കേണ്ടത്. ഒരിക്കലും നമ്മൾ ആക്യുറസിയിലേക്ക് പോകരുത്. നമുക്കൊരു അപ്രോക്സിമേഷൻ ഒരു വ്യൂ ഉണ്ടാവണം. അത് ആൻസർ ഓപ്ഷനിൽ ഏത് വന്നാൽ എങ്ങനെ ഇരിക്കും. ഇവിടെ ഞാൻ കുറച്ച് അധികമാണ് എടുത്തത്, അപ്പം എനിക്ക് കിട്ടുന്ന ആൻസറിനേക്കാൾ കുറച്ച് ചെറുതായിരിക്കണം ഇവിടുത്തെ ആൻസർ. ഈ 310 എടുത്തു കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് അസ്യൂം ചെയ്ത് വേഗം ആൻസറിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 48% 625 വെച്ചാൽ നമുക്ക് ഇപ്പോൾ എത്ര കിട്ടി? 300 കറക്റ്റ് വാല്യൂ കിട്ടി. കറക്റ്റ് വാല്യൂ എടുത്ത് ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. നിങ്ങൾ അപ്രോക്സിമേറ്റ് എടുത്ത് ചെയ്താലും മതി. ആൻസർ അപ്രോക്സിമേറ്റ് ആയിട്ട് നിങ്ങൾ അസ്യൂം ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് കിട്ടുന്നെങ്കിൽ 300 കിട്ടും. ഇനി എന്താണ്? 300 കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എത്ര? 300 ഡിവൈഡഡ് ബൈ 0.75. എന്താ 0.75 എന്ന് വെച്ചാൽ എന്താ? 1 അല്ലെങ്കിൽ 3/4. 75/100 അല്ലേ 0.75. അപ്പം ഒരു ഡിവിഷൻ എന്ത് വരും? 3/4 വരും. അപ്പൊ 3/4 ഡിവിഷൻ വന്നാൽ നമുക്കറിയാം, എപ്പോഴെങ്കിലും ഡിവിഷൻ സൈൻ A/B വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്താൽ മതി? തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. ഇൻറ്റു 4/3 ചെയ്താൽ മതി. അത്ര എളുപ്പമല്ലേ? അതായത് ഒരു ഡിവിഷൻ 0.75 ആണ്. നിങ്ങൾ 0.75 ഡിവൈഡ് ചെയ്യാനും നിൽക്കേണ്ട. നമുക്കറിയാം 0.75 വെച്ചാൽ എന്താണ്? ഒരു 3/4 ആണെന്ന്. എങ്കിൽ 3/4 ഡിവിഷൻ ആണെങ്കിൽ ശ്രദ്ധിക്കുക, ഡിവിഷൻ സൈൻ ആണ്. 3/4 ഡിവിഷൻ ആണെങ്കിൽ അതിനെ തിരിച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. 4/3 ആക്കിയാൽ മതി. ഈ 3യും ക്യാൻസൽ ആയാൽ ആൻസർ എത്ര കിട്ടും? 400 കിട്ടും. വളരെ ഈസി ആയിട്ട് നമുക്ക് അത്ര എളുപ്പത്തിൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്ഷൻ 400 എന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പം ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ. നമുക്ക് തന്നിരിക്കുന്ന നമ്പറുകളോ അല്ലെങ്കിൽ തന്നിരിക്കുന്ന വാല്യൂകളോ ഒന്നും അല്ല നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. അതിനെ എങ്ങനെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കൺവേർട്ട് ചെയ്യാം, നമ്മുടെ എളുപ്പത്തിന് വേണ്ടി എങ്ങനെ കൺവേർട്ട് ചെയ്യാം. ഒരു 48 ആണെങ്കിൽ 50ലേക്ക് കൺവേർട്ട് ചെയ്യുക. ഒരു 0.75 3/4ലേക്ക് കൺവേർട്ട് ചെയ്യുക. ഡിവിഷൻ ആണെങ്കിൽ തിരിച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തണം. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു എങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? 48/100 ഇൻറ്റു 625 ഡിവൈഡ് ബൈ 0.75 എന്നൊക്കെ ആയിരിക്കും നമ്മൾ എഴുതി വെച്ചിട്ട് പിന്നെ കട്ട് ചെയ്യാൻ നിൽക്കുന്നത്. ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമയം അത്രയും എന്താ പറയുക വേസ്റ്റ് ആയി പോവാണ്. ഏതൊരു ക്വസ്റ്റ്യൻ കണ്ടാലും നമുക്ക് മാക്സിമം എളുപ്പത്തിൽ നമ്മുടെ മൈൻഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്ത് ശീലിക്കുക. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 4 raised to question mark into 2 is equal to 16 square by 4th root of 60. ഇങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ കിടക്കുന്നത്? ഇതിൽ നമ്മൾ ആദ്യം നമുക്ക് കുറച്ച് കാര്യം കണ്ടുപിടിക്കണം. ഇവിടെ 4ന്റെ പവറാണ് കണ്ടുപിടിക്കേണ്ടത്. 4ന്റെ റേസ്റ്റ് പവർ എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് 16 സ്ക്വയർ തന്നിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് നോക്കിയാൽ തന്നെ കിട്ടേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 16 സ്ക്വയർ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? 16 ഇൻറ്റു 16 അല്ലേ? ഇനി എന്താ 4th റൂട്ട് ഓഫ് 16? 2ന്റെ സ്ക്വയർ എത്രയാ? 4. 2ന്റെ ക്യൂബ് എത്രയാ? 8. എന്നുവെച്ചാൽ ഇൻറ്റു 2 കൂടെ ചെയ്താൽ മതി. എങ്കിൽ 8 കഴിഞ്ഞ് ഇൻറ്റു 2 കൂടെ ചെയ്താൽ എത്ര കിട്ടും? 16 കിട്ടും. അതായത് 2 raised 4 ആണെന്ത്? 16. 2 raised 5 ആണ് 32. 2 raised 6 ആണ് 64. അതൊക്കെ നമ്മളൊരു ഐഡിയ വെച്ചേക്കണം. അപ്പം 2 raised 4 ആണെന്ത്? ഈ പറഞ്ഞ 16. അപ്പം 4th റൂട്ട് ഓഫ് 2 raised 4 ആണ് ഈ പറഞ്ഞ വാല്യൂ. അപ്പം പവർ 4ഉം റൂട്ട് 4ഉം ക്യാൻസൽ ആവും. അവിടെ ആൻസർ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് മൈൻഡ് വെച്ചേക്കാം. 4th റൂട്ട് ഓഫ് 16 2 raised 4 ആണ് 16.
അപ്പോൾ അത് ഫോർത്ത് റൂട്ട് ഓഫ് 16 എത്ര കിട്ടും? 2 എന്ന് കിട്ടും. എങ്കിൽ ഈ ഒരു 2ഉം ഇവിടുത്തെ ഒരു 16 ക്യാൻസൽ ചെയ്ത് പോയാൽ എത്ര കിട്ടും? 8 എന്ന് കിട്ടും. ഇവിടെ ആൾറെഡി ഒരു 2 ഉണ്ടായിരുന്നു, ആ 2ഉം ഈ 8ഉം കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താവും? 4 ആവും. എങ്കിൽ ഇവിടെ നമുക്ക് 4 റേസ്റ്റ് പവർ എത്രയെന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ആൻസർ എത്ര കിട്ടി? 16 × 4 എന്ന് കിട്ടി. ഈ 16 വെച്ചാൽ എത്ര? 4ന്റെ സ്ക്വയർ അല്ലേ? ഇൻറ്റു എന്തും കൂടി ഉണ്ട്? ഒരു 4ഉം കൂടി ഉണ്ട്. a raised to m into a raised to n എന്ന് വെച്ചാൽ എത്ര കിട്ടും? a raised to m plus n 4 raised to 3 എന്ന് കിട്ടും. നമുക്ക് ആൻസർ കിട്ടുന്ന എത്രയാണ്? 4ന്റെ പവർ 3 എന്ന് കിട്ടും. അപ്പോൾ അതിനകത്ത് ആൻസർ ഓപ്ഷൻ എത്രയായിരിക്കും? 3 എന്നായിരിക്കും. അപ്പോൾ ഇത് സാധാരണ ഇതിൽ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ ഈ പവർ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ലാതിരിക്കും. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആരിലേക്കാണ് കൊണ്ടുവരേണ്ടത്? എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അവരിലേക്ക് കൊണ്ടുവരിക. ഇത് 4ന്റെ പവറാണ് വേണ്ടത് എങ്കിൽ നമ്മുടെ ആൻസർ എന്തിലേക്ക് കൊണ്ടുവരിക? 4ന്റെ പവറാക്കി തന്നെ നിർത്തിയേക്കുക. നമുക്ക് 16 വെച്ചാൽ 4ന്റെ സ്ക്വയർ എന്നറിയാം, ബാക്കിയുള്ള നമ്പറിനെ 4ന്റെ പവറിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇതിപ്പോൾ 2ലാണ് പറയുന്നത്. 2 റേസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്കാണെങ്കിൽ ക്വസ്റ്റ്യൻ എല്ലാം എന്തിലേക്ക് ആക്കണം? 2ന്റെ പവറിലേക്ക് ആക്കണം. 2ന്റെ പവർ വെച്ചാൽ ഇതിന്റെ റേസ്റ്റ് ഒരു 2 ഇട്ടാൽ മതി. വെച്ചാൽ 4 എന്ന് വെച്ചാൽ 2 സ്ക്വയർ അല്ലേ? അപ്പോൾ ഇത് 2ന്റെ ആണെങ്കിലോ 2 സ്ക്വയർ ദ ഹോൾ റേസ്റ്റ് 3 എന്ന് കിട്ടും. എന്നുവെച്ചാൽ a raised to m ദ ഹോൾ റേസ്റ്റ് എന്ന് വെച്ചാൽ എത്ര? a raised to m × n 2 raised to 6 എന്ന് കിട്ടുന്ന ആൻസർ. ക്വസ്റ്റ്യൻ ഇങ്ങനെ 2 raised to എന്ന് പറഞ്ഞായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ ആൻസർ എത്ര കിട്ടും? പവർ 6 എന്ന് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം മനസ്സിൽ നിന്ന് വെച്ചിരുന്നാൽ മതി. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 4 × (+ 120 = 8^3. ഇതെങ്ങനെ ചെയ്യും? ശ്രദ്ധിക്കുക, ഇവിടെ ഒരു 4 × എന്ന് പറഞ്ഞിട്ട് ഈ നമ്പറിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? ആദ്യം ഈ (+ 120 4നെ അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങനെയൊക്കെ ചെയ്യും. 8³ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, ഒന്നുകിൽ നമ്മൾ 8³ വാല്യൂ നമുക്ക് അറിഞ്ഞിരിക്കണം. 512 എന്ന് നമുക്ക് അറിയാവുന്നവർക്കാണെങ്കിൽ കുറച്ച് ഓക്കെ. അത് അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? 8 × 8 × 8 ആണ് എന്ത്? 8³ ജസ്റ്റ് അങ്ങനെ ഇട്ടാലും മതി. നിങ്ങൾ സൈഡിൽ 8ന്റെ ക്യൂബ് കണ്ടുപിടിക്കാനൊന്നും പോകണ്ട. ജസ്റ്റ് 8 × 8 × 8 ആണ് എന്ത്? 8³ മനസ്സിലാക്കിയേക്കുക. ലെഫ്റ്റ് സൈഡിൽ ഒരു 4 ഉണ്ട്, അത് ഒരു 4 ആയിട്ട് എന്ത് ചെയ്യുക? അല്ല, ഒരു 8 ആയിട്ട് എന്ത് ക്യാൻസൽ ചെയ്യുക? ആൻസർ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അത്രയും സിമ്പിളാക്കാം. നമുക്ക് ഇതിന്റെ വാല്യൂ എന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിക്കരുത്. നമ്മളതിനെ നമ്മുടേതായ ഇഷ്ടത്തിന് നമുക്കുള്ള എളുപ്പത്തിന് വേണ്ടി കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 8 × 8 × 2 എന്ന് കിട്ടി. അതാണെന്ത്? (+ 120. നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യൻ മാർക്കിന്റെ വാല്യൂ ആണ്. എങ്കിൽ ഇതിന്റെ ആൻസർ ഇനി എത്ര കിട്ടും നോക്കാം. 8 × 8 എത്ര കിട്ടി? 64 എന്ന് കിട്ടി. 64 × 2 64 × 2 എത്ര കിട്ടി? 128 എന്ന് കിട്ടി. എങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കാണ് വേണ്ടത്. 128 -120 ആയിരിക്കും എന്ത്? ഇവിടെ +120 അല്ലേ? അപ്പോൾ 128 -120 ആയിരിക്കും എന്ത്? നമ്മുടെ റിക്വയർഡ് ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്കിന് ആൻസർ എത്ര കിട്ടും? 8 എന്ന് കിട്ടും. അപ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ആൻസർ എത്രയായിരിക്കും? 8 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചേക്കുക. ഇതിനെ നേരെ തിരിച്ച് 8³ 512 ആക്കി 512/4 അങ്ങനെ ചെയ്യണമെന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് 8 × 8 × 8 എടുത്ത് അതിനകത്ത് ക്യാൻസൽ ചെയ്താലും മതി. ഇനി വേറൊരു നമ്പറും ഉണ്ട്, അതും ജസ്റ്റ് ക്യാൻസൽ ചെയ്താൽ മതി. അപ്പോൾ അത്രയൊക്കെ ചെയ്താൽ പോലും നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി എങ്ങനെയൊക്കെ നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാം. ഇതേപോലത്തെ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ചെയ്യാണ്ട് നമുക്ക് ആൻസർ ഓപ്ഷനിൽ എത്തിക്കുന്ന മെത്തേഡുണ്ട്. ലാസ്റ്റ് ഡിജിറ്റ് മെത്തേഡ്, ഡിജിറ്റൽ റൂട്ട് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത്രയൊന്നും വലിയ മെത്തേഡൊന്നും ഇവിടെ ചെയ്യാനും വേണ്ടിയുള്ള ടഫുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല ഇത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. കാരണം ഇതൊക്കെ നോക്കിയാൽ തന്നെ ഈ 8³ ഒരു 8 അല്ലെങ്കിൽ 4 ഡിവൈഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുന്നതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ആ മെത്തേഡ് എടുക്കുന്ന അത്രയും സമയം തന്നെ അത്രയും പോലും സമയം ആവശ്യമില്ല ഇതൊക്കെ ചെയ്യാൻ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എഴുതിയിടുന്നേ ഉള്ളൂ. നമ്മളൊക്കെ ഇതൊക്കെ മനസ്സിൽ തന്നെ ചെയ്ത് എന്ത് ചെയ്യണം? ആൻസറിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. അത് നിങ്ങൾ മാക്സിമം എന്ത് എത്രത്തോളം ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാമോ അത്രത്തോളം ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. അല്ല എനിക്ക് സിംപ്ലിഫിക്കേഷൻ എളുപ്പമാണ് അതുകൊണ്ട് ഞാൻ സിംപ്ലിഫിക്കേഷൻ അധികം ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുകയും ചെയ്ത് സിംപ്ലിഫിക്കേഷനാണ് ഏറ്റവും മെയിൻ. ഏറ്റവും സ്പീഡ് കുറഞ്ഞ് ചെയ്യാൻ എന്തൊക്കെ ട്രിക്കുണ്ടോ ആ ട്രിക്കെല്ലാം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക? സിംപ്ലിഫിക്കേഷൻ ചെയ്ത് പഠിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യനോട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 40% of 400 plus X% of 300 is equal to 250. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. 2% എന്നിട്ടുണ്ട്. 40% of 400 plus X% of 300 is equal to എന്താണ്? 250. ഇത് 2 or 3 രീതി ചെയ്യാം. എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി എത്തുന്ന ആ രീതിയിലെല്ലാം ചെയ്യാം. ഒന്നുകിൽ 40% of 400 വെച്ചാൽ 40 × 4 അതാണ് നമ്മുടെ ആൻസർ. കാരണം എന്താ? പെർസെൻറ്റേജും ഈ 100 പോകും. 40 × 4 എത്ര കിട്ടും? 160 കിട്ടും. 40% of 400 അത് മനസ്സിലായി എന്താണെന്ന്. അതായത് 40% of 400 ഈ 2 0 ക്യാൻസൽ ആയി 40 × 4 എത്ര കിട്ടി? 160 കിട്ടി. അങ്ങനെ ചെയ്താലും മതി. അല്ലെങ്കിൽ 10% of 400 എടുത്തിട്ട് × 4 ചെയ്താലും മതി. എങ്ങനെ ചെയ്താലും നമുക്ക് അതിൻ്റെ ആൻസർ എത്ര കിട്ടും? 160 കിട്ടും. പ്ലസ് % of 300 അതായത് ഈ 0 ക്യാൻസൽ ആയപ്പോൾ 3x എന്ന് കിട്ടും. 160 + 3x = 250. എങ്കിൽ 3xന്റെ വാല്യൂ എത്ര കിട്ടും? 250 - 160 എന്ന് കിട്ടും. അതായത് എത്ര കിട്ടും? 90 എന്ന് കിട്ടും. എങ്കിൽ എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? 30 എന്ന് കിട്ടും. എക്സ് 30 ആണെങ്കിൽ, എക്സിന്റെ വാല്യൂ 30 ആണെങ്കിൽ നമ്മുടെ ആൻസർ എത്രയായിരിക്കും? 30 തന്നെയായിരിക്കും.
ഇത് ഒരു മെത്തേഡ് നമുക്ക് ചെയ്ത് സാധാ എക്സും വൈ ഒക്കെ ഇട്ട് ചെയ്യുന്ന മെത്തേഡ്. ഇത്രയൊന്നും ആവശ്യമില്ല, നമ്മൾ മൈൻഡിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതേ കാര്യം തന്നെ 160 കിട്ടുക, ആ 160 ഇപ്പുറത്തേക്ക് കൺവേർട്ട് ചെയ്താൽ 300ന്റെ എത്ര പെർസെൻറ്റേജ് എടുത്താൽ നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കുക, 90 കിട്ടുമെന്ന് നോക്കുക. 300ന്റെ എത്ര പെർസെൻറ്റേജ് 90? 300ന്റെ 10% 30 ആണ്. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. 300ന്റെ 10% 30 ആണെങ്കിൽ അതിന്റെ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും 90? അതിന്റെ 30% ആയിരിക്കും 90. 300ന്റെ 10% 30 ആണെങ്കിൽ ഇൻറ്റു 3 ചെയ്താൽ മതി. 10% ഇൻറ്റു 3 30% ആയിരിക്കും എന്ത് 90. അങ്ങനെ മൈൻഡിൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആൻസറിലേക്ക് എത്തിക്കാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ കാണാം അടുത്ത വീഡിയോ. ശരിക്കും.